ജ്യോതിസ് എഡ്യു ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ പുതിയ തലമുറയ്ക്ക്, അത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും അതുപോലെ കുട്ടികളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്ന അധ്യാപകർക്കും മറ്റെല്ലാ മുതിർന്നവർക്കുമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി കരിയർ ഗൈഡൻസിൻ്റെ റിലേറ്റഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. കുട്ടികളെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുൻപ്, അഥവാ 10ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ സ്ഥാനക്കയറ്റം നേടുമ്പോൾ തന്നെ രക്ഷിതാക്കൾക്ക് അവർ 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിനേഷൻ എങ്ങനെ എഴുതും എന്നുള്ളൊരു ആശങ്കയും, തുടർന്ന് 11ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഏത് സബ്ജക്ട്സ് കോമ്പിനേഷൻ എടുക്കണമെന്നുള്ളതിനെക്കുറിച്ചും, 12ാം ക്ലാസ് ബോർഡ് എക്സാമിനേഷൻ്റെ പിരിമുറുക്കവും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം എവിടെ വേണം, പ്രൊഫഷണൽ വേണമോ അതോ ഡിഗ്രി കോഴ്സുകൾ ആയ ആർട്സ്, സയൻസ്, കൊമേഴ്സ് വേണമോ, അവയിൽ ഏതെങ്കിലും ഒന്ന് കുട്ടികൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിന് ഏത് കോളേജായിരിക്കും മികച്ചത്, അത് നമ്മുടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിലെ കോളേജുകളാണോ അതോ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ മികച്ച കോളേജുകൾ തിരഞ്ഞെടുക്കണമോ, അതുമല്ല വിദേശ രാജ്യങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികളെ അയക്കണമോ, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ സ്വാഭാവികമായിട്ട് രക്ഷിതാക്കളുടെ ഇടയിൽ, കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് കൂടുതൽ പേർ വിദേശത്തേക്ക് പോകുന്നു. എന്നാൽ ഇപ്പോഴല്ല വിദേശത്തേക്ക് കുട്ടികൾ പോയി തുടങ്ങിയത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നമ്മുടെ തന്നെ പല പ്രമുഖരും പഠിച്ചത്, നമ്മുടെ ഡോക്ടർ BR അംബേദ്കറിൻ്റെ എത്രത്തോളം ഡിഗ്രി ഉണ്ട് എന്നുള്ളത് ഭരണഘടനാ ശില്പിയുടെ കാര്യം എല്ലാവർക്കും അറിയാം. അതുപോലെ വളരെ പ്രശസ്തരായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ഉന്നതസ്ഥാനീയരായിരിക്കുന്നവർ ഉൾപ്പെടെ എല്ലാവരും പല വിദേശ രാജ്യങ്ങളിലും പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവയൊക്കെ നമ്മുടെ പുതിയ കുട്ടികളെ, പുതിയ തലമുറയെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതിൽ നമ്മളവരെ കുറ്റപ്പെടുത്തുവാൻ നിന്നിട്ട് കാര്യമില്ല. വിദേശ സർവകലാശാലകൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യവും കൂടിയാണ്. ഏതായാലും ഞാൻ അത്യാവശ്യം കുറച്ച് ഇൻഫർമേഷൻസ് സംസാരിക്കുന്നതിന് പുറമെ ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കേൾവിക്കാർക്ക് കാണുവാൻ കൂടി സാധിക്കുന്ന രീതിയിൽ കുറച്ച് സ്ലൈഡ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. അവ കൂടി കാണുകയും ആവശ്യമുള്ളപ്പോഴൊക്കെ അതൊന്ന് പോസ് ചെയ്ത് സൂം ചെയ്ത് കൂടുതൽ ഇൻഫർമേഷൻസ് അതിൽ നിന്ന് കളക്ട് ചെയ്യുകയും തുടർന്ന് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കോളേജുകൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ തരുന്ന ഇൻഫർമേഷൻസിനുപരിയായി ലിമിറ്റഡ് ആയിരിക്കും അതിൽ നിന്നും കൂടുതലായിട്ട് ആ കോളേജുകളിലെ, യൂണിവേഴ്സിറ്റികളിലെ ഉള്ള കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ നെറ്റിൽ സെർച്ച് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കുട്ടികൾക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷൻസും ഞാൻ കുട്ടികൾക്ക് നൽകുന്നതാണ്. നമുക്ക് ഈ 2024 ബേസ് ചെയ്തിട്ടുള്ള റാങ്കിങ്ങും അതുകൂടാതെ ഞാൻ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സിൻ്റെ രൂപത്തിൽ കുട്ടികൾക്ക് നൽകാൻ തുടങ്ങിയിട്ട് 4-5 വർഷമായിട്ടുള്ളത് കൊണ്ട് തന്നെ 2019 അതുപോലെ 2020, 2021 തുടങ്ങിയ വർഷങ്ങളുടെയൊക്കെ റാങ്കിങ്ങും ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ലൈഡ്സും ഏതൊക്കെയാണോ കുട്ടികൾക്ക്, ഓരോ കുട്ടികളും യൂണിക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ആഗ്രഹവും വ്യത്യസ്തമായിരിക്കും. അഭിരുചികൾക്കനുസരിച്ചുള്ള ആ ഒരു വ്യത്യാസം സ്വാഭാവികമായിട്ടുണ്ടാവാം. ആ ഒരു രീതിയിൽ അവരവരുടെ ഇഷ്ടാനുസരണമുള്ള കോഴ്സുകളെക്കുറിച്ച്, കോളേജുകളെക്കുറിച്ച് തുടങ്ങിയവയൊക്കെ തീർച്ചയായിട്ടും കുട്ടികൾക്ക് തിരഞ്ഞെടുക്കുവാൻ വേണ്ടുന്ന രീതിയിലുള്ള സ്ലൈഡ്സാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് തുടങ്ങാം. ഓരോ സ്ലൈഡ്സ് നോക്കുക. തുടക്കത്തിൽ ഞാൻ വേൾഡ് വൈഡ് നമുക്ക് ടോട്ടൽ 1906
യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അത് തന്നെ അറൗണ്ട് 108 കൺട്രീസ്, നമുക്ക് 200-ലധികം രാജ്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 108 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 1906 യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് ഉൾപ്പെടെയും അതിനെ തുടർന്ന് UK, അതുപോലെ US, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അവിടെ എല്ലാം വരുന്ന യൂണിവേഴ്സിറ്റീസ്, തുടർന്ന് കാനഡ, കുട്ടികൾ ഒരുപാട് പേർ കാനഡയിലേക്ക് പഠിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ കാനഡയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയിലേക്ക് അധികം പേർ പോകാറില്ല എങ്കിൽ തന്നെയും ചൈനയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും കുട്ടികൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ സ്ലൈഡ്സ് നൽകുന്നതാണ്. വേൾഡ് വൈഡ് യൂണിവേഴ്സിറ്റീസിൽ പല രാഷ്ട്രങ്ങളിലായിട്ട് കുട്ടികൾക്ക് കണ്ടെത്താവുന്ന ടോപ്പ് 50 യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചാണ് അടുത്ത് പരിചയപ്പെടുന്നത്. എല്ലാവർക്കും അറിയുമായിരിക്കാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, നമ്മുടെ അമേരിക്കയിലെ MIT ആണ് ഏറ്റവും ടോപ്പിൽ കാര്യങ്ങളായിട്ട് നിൽക്കുന്നത് വർഷങ്ങളായിട്ട്. അതുപോലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ഉൾപ്പെടെയുള്ള പലതും, ഓക്സ്ഫോർഡ് അതിനകത്ത് UK-യിലാണ്. തുടർന്ന് നമ്മുടെ സിംഗപ്പൂർ തന്നെ, ഇപ്പോൾ സിംഗപ്പൂർ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട 2 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂറും അതുപോലെ തന്നെ നന്യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സിംഗപ്പൂരും. തുടർന്ന് നമുക്ക് യേൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കോർണൽ യൂണിവേഴ്സിറ്റി, US-ലെ തന്നെ പലതും. ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ടോപ്പ് റാങ്കിങ്ങിൽ നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും അമേരിക്കയിലെയാണ്. അതിന് പുറമേ തന്നെ നമുക്ക് UK-യിലെയും ഓസ്ട്രേലിയയിലെയും കാനഡയിലെയും ജപ്പാനിലെയും ഒക്കെ യൂണിവേഴ്സിറ്റീസും കുട്ടികൾക്ക് പരിചയപ്പെടുവാനായി സാധിക്കും.